ഫ്രാൻസിസിനെ ആധാരമാക്കി കണ്ട ഒരു ചലച്ചിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ബോബിയച്ചൻ വാതിലെന്ന ഈ സങ്കല്പത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മഞ്ഞു വീഴുന്ന തെരുവിലൂടെ ഒരിറ തേടി ഫ്രാൻസിസും ലിയോയും അലയുകയാണ്. അവർക്ക് മുമ്പിലായി അതിവേഗത്തിൽ ആരോ വലിച്ചടയ്ക്കുന്ന വാതിലുകൾ. ഹൃദയമെന്ന വ്യാസം കുറഞ്ഞ കിണറിലേക്ക് ആരോ അമ്മിക്കല്ല് എടുത്തിടുന്നത് പോലെ. മലയാളി അവൻ്റെ വാതിലുകൾ അടച്ചിടാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അത് ചെറിയ വ്യത്യാസമല്ല, ഒരു അപകട സൂചനയാണ്. നാഗരികതയെന്ന രോഗാതുരതയുടെ അകത്തു നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥത മറ്റൊരാളെ ഭയക്കുന്നു. തുറന്നിട്ട ഭവനങ്ങളാണ് ശരിക്കുള്ള ദേവാലയങ്ങൾ. തുറന്നിട്ട ഭവനങ്ങൾ തന്നെയാണ് ശരിക്കുള്ള ദേവാലയങ്ങൾ. അച്ഛൻ ഇവിടെ സൂചിപ്പിക്കുന്നത് ഹൃദയമാണ്. ജീവിതം ഹൃദയത്തിലൂടെ മറ്റുള്ളവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് കൂടുതൽ മനോഹരമാകുന്നത്. തുറന്നിടേണ്ടത് നമ്മുടെ ഹൃദയങ്ങളാണ്. അവിടെയാണ് ദേവാലയത്തിൻ്റെ സാന്നിധ്യമുണ്ടാവുക. തച്ചനായിരുന്നത് കൊണ്ടാവണം ക്രിസ്തുവിന് വാതിലുകളോട് ഇത്രയും പ്രിയം. പഴയ നിയമം നിറയെ കൽപ്പണിക്കാരാണെന്ന് തോന്നുന്നു. അവർ കൊട്ടിയടച്ചിട്ടതൊക്കെ ക്രിസ്തു നിറയെ ജാലകങ്ങളും കിളിവാതിലുകളും തീർത്തു. അങ്ങനെ ആത്മീയതയിലേക്ക് ഇളവെയിലും മഴയും തുമ്പികളും പറന്നു വന്നു. വിശുദ്ധ നഗരം ക്രിസ്തുവിൻ്റെ തന്നെ പ്രതീകമാണെങ്കിൽ ആ വെളിപാട് ദർശനത്തിൻ്റെ അനിതരമായ ലാവണ്യം ധ്യാനിക്കണം. ഒരാൾ വാതിലാണെന്ന് പറയുമ്പോൾ മുഴങ്ങുന്ന ധ്വനികൾ എന്തൊക്കെയാണ്? അകത്തു പ്രവേശിക്കാനാണ് വാതിൽ. സ്വന്തം ഉള്ളിലേക്ക് ഒരിഞ്ച് പ്രവേശിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആരിലും എന്തിലും ആ വാതിലിൻ്റെ സാന്നിധ്യമുണ്ട്. മറ്റുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാർത്ഥതയില്ലാതെ അടുപ്പിച്ചു നിർത്താൻ നമ്മുടെ ഹൃദയത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ നാം ഒക്കെ നമ്മുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഒരാളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വാതിലുകൾ തുറന്നിടുമ്പോഴെല്ലാം, ഹൃദയം തുറന്നിടുമ്പോഴെല്ലാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നാം കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീക്ഷകളുടെയൊക്കെ മനോഹരമായ ആശയമാണ് വാതിലെന്ന അധ്യായത്തിലൂടെ ബോബിയച്ചൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു ഗുരുവിലേക്ക് പ്രവേശിക്കുന്നവർക്ക് എന്തു സംഭവിക്കുന്നുവെന്ന് ക്രിസ്തു സംഗ്രഹിക്കുന്ന രീതി നോക്കുക. അവർ അകത്തേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് പോയി തങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുന്നു. അഗാധമായ ഏതൊരു സ്നേഹാനുഭവത്തിലും സംഭവിക്കുന്നതാണത്. അതിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പ് ഭൂമി മുഴുവൻ ഒരു മണൽക്കാട് പോലെ തരിശും ഊഷരവുമായിരുന്നു. എന്നാൽ അതിനുശേഷം ഭൂമി മുഴുവൻ പച്ചപ്പാണ്. കണ്ണുപൊട്ടുന്ന, ചീത്ത വിളിക്കുന്ന ആ വൃദ്ധൻ്റെ മൂക്കത്ത് പിടിച്ച് കുസൃതി കാട്ടാൻ പോലും നിങ്ങൾക്കിപ്പോൾ തോന്നുന്നു. കളഞ്ഞുപോയ പുഞ്ചിരി തിരികെ വരുന്നു. മറന്നുപോയ പാട്ടും. എന്നും എവിടെയും പച്ചയുടെ ഉത്സവങ്ങളാണ്. പിന്നെ ജീവിക്കുക എത്ര മനോഹരമാണല്ലേ. വാതിലടഞ്ഞവരുടെ ജീവിതമാണ് കരച്ചിലും പല്ലുകടിയും കൊണ്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. സ്വയം വാതിലാവുക ചങ്ങാതി. ഒരാൾക്കെതിരെയും ഒന്നും കൊട്ടിയടയ്ക്കാതിരിക്കുക. പുറത്തു നിൽക്കുന്നത് ചിലപ്പോൾ ക്രിസ്തുവാണെങ്കിലോ? ഇതാ ഞാൻ പുറത്താരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തു കയറി അവനോടൊത്ത് അത്താഴം ഭക്ഷിക്കുമെന്ന വെളിപാട് പുസ്തകത്തിൻ്റെ 3:20 നാം മറക്കരുത്. നമുക്ക് പുറത്ത് ക്രിസ്തു നിൽപ്പുണ്ട്. വാതിലുകൾ കൊട്ടിയടയ്ക്കാതെ ഹൃദയമാകുന്ന വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ജീവിതത്തിൽ യാത്ര തുടരാം. അപരൻ ക്രിസ്തുവാണെന്ന തിരിച്ചറിവിലാണ് വാതിലുകൾ മലർക്കെ തുറന്നിടാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്തെ അധ്യായം പ്രണയത്തെക്കുറിച്ചാണ്. ആരോടെങ്കിലും എന്തിനോടെങ്കിലും പ്രണയത്തിലാവുകയാണ് പ്രധാനം. അത് സഖിയോ കുഞ്ഞുമക്കളോ തൊഴിലോ ദൈവമോ എന്തുമാകട്ടെ. ഒരാൾക്ക് അയാളോട് തോന്നുന്ന മതിപ്പ് പോലും പ്രണയം തന്നെയാണ്. അല്ലെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ക്രോധത്തിൻ്റെ ദൂതൻ എഫേസുസ് ദേശത്തിനു മീതെ ആരോപിച്ച കാര്യങ്ങൾ നമ്മളിൽ പലർക്കും ബാധകമാകും. നിന്നിൽ ചൂടോ തണുപ്പോ ഇല്ല, അതുകൊണ്ട് ഞാൻ നിന്നെ പുറന്തള്ളും. പാസഞ്ചർ തീവണ്ടിയുടേതുപോലെ ഒരേ താളത്തിലുള്ള നമ്മുടെ പതിഞ്ഞ ജീവിതം ദൈവസന്നിധിയിൽ വിധിക്കപ്പെടുമെന്ന് സാരം. വിരസത, മടുപ്പ് തുടങ്ങിയ പദങ്ങൾ ഇപ്പോൾ മിക്കവാറും ഉപയോഗിച്ചു കാണുന്നുണ്ട്. ആരോഗ്യമാസികകളിൽ പറയുന്നത് പോലെ അതൊരു രോഗമാണോ സാർ? അല്ല, രോഗലക്ഷണമാണ്. പ്രണയം പടിയിറങ്ങിപ്പോയതിൻ്റെ രോഗലക്ഷണം. ഒരാൾ പ്രണയത്തിലായിരിക്കുമ്പോഴാണ് അയാളുടെ ഏറ്റവും നല്ല സാധ്യതകൾ പ്രകാശിതമാകുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തുമാത്രം ഗീതങ്ങളുടെ സമാഹാരമാണ് നമ്മുടെ വേദം. കൈമുഷ്ടിയോളം വലിപ്പമുള്ള ഹൃദയത്തിൽ കടൽത്തീരമല്ല
മുഴുവൻ പ്രപഞ്ചവും ഉണ്ടായതുകൊണ്ടാവണം പ്രണയം ക്രിസ്തുവിൻ്റെ സ്ഥായിയായ ഭാവമായിരുന്നുവെന്ന് തോന്നുന്നത്. ഒരാൾക്ക് ലഭിക്കുന്ന ആന്തരിക പ്രഭയുടെ തോതനുസരിച്ച് അയാളുടെ പ്രണയവിത്തത്തിൻ്റെ വ്യാസം വർദ്ധിക്കുകയാണ്. പ്രണയം പതിഞ്ഞൊഴുകുന്ന ഭാഷയായിരുന്നു ക്രിസ്തുവിൻ്റേത്. എൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുകയാണെൻ്റെ ക്ഷണം. വീണ്ടും കാണുവോളം ഞാൻ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് കുടിക്കില്ല. ശിമയോനെ, നീ എനിക്ക് ചുംബനം നൽകിയില്ല. ഒത്തിരി സ്നേഹിച്ചതുകൊണ്ട് അവരുടെ ഒത്തിരി പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കും തുടങ്ങിയ വാക്കുകൾ ശ്രവിക്കുക. പാഷനേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട അടുപ്പമാണ് ക്രിസ്തു എല്ലാത്തിനോടും പൂർത്തിയാക്കുന്നത്. അത് വയലിലെ ഇത്തിരി പൂക്കളോടായാലും ആകാശങ്ങളിലിരിക്കുന്ന തമ്പുരാനോടായാലും തൻ്റെ ഏകജാതനെ നൽകുമാറ് ദൈവം ഭൂമിയെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന വചനം പതുക്കെ പതുക്കെ മനസ്സിൽ മന്ത്രിച്ചാൽ സുവിശേഷം മറ്റൊരു ഗീതകമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു പ്രണയത്തിലൂടെയാണ് മറ്റുള്ളവരെ സമീപിക്കുന്നതും അവൻ്റെ സമീപനങ്ങളും സാമീപ്യങ്ങളും വാക്കുകളുമൊക്കെ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വാക്കുകളാണ്. അത്രമാത്രം മറ്റുള്ളവരെ ചേർത്തു പിടിച്ചവനാണ് ക്രിസ്തു, വാക്കുകൾ കൊണ്ടും സാന്നിധ്യങ്ങൾ കൊണ്ടും. പ്രണയിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളിലാണെന്നല്ല പറയേണ്ടത്, മറിച്ച് നിങ്ങളുടെ ഉള്ളിലാണ് ദൈവം. അപ്പോഴാണ് കൂടുതൽ നമ്മുടെ ദൈവസാന്നിധ്യ അവബോധം ശക്തമായി മാറുന്നത്. ജിബ്രാൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബോബിയച്ചൻ നമ്മോടിത് പറയുന്നത്. ജീവിതം യാന്ത്രികമായി പോകുന്നു എന്നതാണ് നമ്മുടെ കാലം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആന്തരിക പ്രതിസന്ധി എന്ന് തോന്നുന്നു. കുഞ്ഞിനെ ചുംബിക്കുമ്പോൾ വാത്സല്യം ഉണരുന്നില്ല, ആത്മാവ് ആത്മാവിനെ അറിയുന്നില്ല, ധ്യാനിക്കുമ്പോൾ ഹൃദയം പ്രഭാപൂരിതമാവുന്നില്ല. ക്രിസ്തുവിൻ്റെ ഭാഷയിൽ ഭക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുമ്പോൾ പാനം ചെയ്യുകയോ ചെയ്യാത്ത നമ്മൾ, യാന്ത്രികതയുടെ ഈ മരുഭൂമി എങ്ങനെ നാം കുറുകെ കടക്കും? പ്രണയത്തിൻ്റെ പാദരക്ഷകളില്ലാതെ. ഹൃദയപൂർവമായിരിക്കുക എന്നതാണ് പ്രണയത്തിൻ്റെ നാനാർത്ഥങ്ങളിൽ ഒന്ന്. ഹൃദയപൂർവം എല്ലാത്തിനെയും സമീപിക്കുക, അത് വാക്കുകളിലൂടെ, സമീപനങ്ങളിലൂടെ, ഏറ്റവും സ്നേഹത്തോടു കൂടിയാകുമ്പോൾ ജീവിതം അല്പം കൂടി ആദരവോടെ, ആത്മീയതയോടെ മറ്റുള്ളവരെ നോക്കിക്കാണാൻ നമ്മെ പ്രാപ്തരാക്കും. ഒറ്റയ്ക്കൊന്നിനും ഏറെ നാൾ നിലനിൽക്കാനാവില്ല എന്നതാണ് ജീവൻ്റെ അടിസ്ഥാന വിചാരങ്ങളിലൊന്ന്. കൊടുത്തും സ്വീകരിച്ചും വേണം അതിൻ്റെ ചാക്രികത നിലനിൽക്കുവാൻ. ക്രിസ്തുവിൻ്റെ ദേശത്തിലെ 2 തടാകങ്ങളെ അങ്ങനെ താരതമ്യപ്പെടുത്തി കണ്ടിട്ടുണ്ട്. ഒന്ന് ഗലീലിയാണ്. അതിൻ്റെ അലകൾക്കുമീതെ ഇപ്പോഴും ആ ഗുരുസാന്നിധ്യമുണ്ടെന്ന് തോന്നിക്കുന്ന മട്ടിൽ ചില പ്രസാദങ്ങളുണ്ട്. മറ്റേത് ചാവുകടലാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിനും ജീവിക്കാനാവാത്ത വിധത്തിൽ ഒരു ശാപത്തിൻ്റെ ഓർമ്മ പോലെ. കൊടുക്കൽ വാങ്ങലുകളുടെ കൈനദികൾ ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണത്. ജീവജാലങ്ങൾക്കിടയിൽ അവർ മറന്നുപോയേക്കാവുന്ന ആ പാരസ്പര്യത്തിൻ്റെ കണ്ണികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനാണ് ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളതിൻ്റെ ശാഖകളുമെന്ന പ്രതീകം ക്രിസ്തു ഉപയോഗിച്ചത്. നമുക്കിടയിൽ ഒരേ ജീവരസത്തിൻ്റെ പുഴയൊഴുകുന്നുണ്ട്. പൊന്മണിയെന്ന് കരുതി തന്നെ വിഴുങ്ങിയ വാനമ്പാടിയോട് നിനക്ക് പാട്ടു നൽകിയ അതേ കരങ്ങൾ തന്നെയാണ് എനിക്ക് വെളിച്ചവും നൽകിയതെന്ന് മിന്നാമിന്നി പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരിലയിൽ പുഴുക്കുത്തുണ്ടാവുക എന്നാൽ മുഴുവൻ വൃക്ഷവും രോഗാതുരമാവുകയെന്നാണെന്ന് അവൻ കരുതി. ജീവനെ പ്രണയിക്കുവാൻ ഇളം പ്രായം തൊട്ട് കുഞ്ഞുമക്കളെ പരിശീലിപ്പിക്കണം. മനസ്സുകൊണ്ടെങ്കിലും പാദരക്ഷകൾ അഴിച്ചുമാറ്റി അതിനുമീതെ നടക്കുവാൻ അവർക്ക് ചെവിട്ടോർമ്മ നൽകണം. ആദരപൂർവം നടക്കുക എന്നതാണ് അതിൻ്റെ ഒടുവിലത്തെ ഓർമ്മപ്പെടുത്തൽ. നീ നിൽക്കുന്നിടം വിശുദ്ധമാണ്. മണ്ണിനോടും അതിൽ വാഴുന്നതിനോടും കുറെ കൂടി കണ്ണു നിറഞ്ഞ് കരം കൂപ്പേണ്ടതുണ്ട്. ഭൂമിയിൽ ഈശ്വരൻ്റെ പാദമുദ്രകൾ പതിഞ്ഞു കിടപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം പാർക്കിൻസൺസ് രോഗം പിടിപെട്ട വയോധികനായ ജോൺ പോൾ പാപ്പ ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ മണ്ണിനെ ചുംബിച്ചത്. പലപ്പോഴും അവിടെ നിന്ന് എണീക്കുവാൻ സഹചാരികളുടെ സഹായം വേണ്ടി വന്നിരുന്നു അദ്ദേഹത്തിന്. ധാർഷ്ട്യങ്ങളുടെ ഘോഷയാത്രകളിൽ പെട്ടുപോയവർക്ക് ഭൂമി ദൈവത്തിൻ്റെ തിരുശേഷിപ്പാണെന്ന് കണ്ടെത്തുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ദേവാലയത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ മുൻപേ നിങ്ങളത് ചെയ്തത്? അവിടെ ദൈവം വസിക്കുന്നുണ്ട്. ഒരു ഗൃഹത്തിൽ പ്രവേശിക്കുമ്പോഴും നിങ്ങളത് ആവർത്തിക്കുന്നുണ്ട്. കാരണം മനുഷ്യർ വസിക്കുന്നുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തോളം മനസ്സുകൊണ്ട് അത് ചെയ്യുക. ജീവൻ്റെ ഇടങ്ങളെ വണങ്ങുക. പ്രകൃതിയെ അല്പം കൂടി ആദരവോടെ കൈകൂപ്പി കാണുക എന്നുള്ളതാണ് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
ആദരവോടെ അല്പം കൂടി പ്രകൃതിയെ കാണാൻ നാം പഠിക്കേണ്ട സമയമായി എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ആദരപൂർവ്വം നടക്കുക എന്നതാണ് ഒടുവിലത്തെ ഓർമ്മപ്പെടുത്തൽ. അല്പം കൂടി ആദരവോടെ ഈ ഭൂമിയിൽ നമുക്ക് നടക്കാം. ബോബിയച്ചൻ്റെ എഴുത്തുകളിലെല്ലാം നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്തുവിൻ്റെ സഞ്ചാരങ്ങളെയെല്ലാം അതിമനോഹരമായി വിശാലമായി അദ്ദേഹം വിവരിച്ചു വച്ചിട്ടുണ്ട്. അത് സുവിശേഷത്തിൻ്റെ കൂട്ടിൽ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. വാതിൽ എന്ന ഈ പുസ്തകത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ മനോഹരമായി നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെ അടയാളപ്പെടുത്താമെന്ന് ബോബിയച്ചൻ നമ്മോട് പറഞ്ഞു തരികയാണ്, വളരെ ലളിതമായി. എല്ലാ അർത്ഥത്തിലും ഒരു ഗാർഹിക മനുഷ്യനായിരുന്നു ക്രിസ്തു. വീടുകളോടും അത്താഴങ്ങളോടും അവൻ കാട്ടിയ മമത അതിൻ്റെ സൂചനയാണ്. എന്നിട്ടും ഒരാൾക്ക് വളരണമെങ്കിൽ വീടെന്ന ഗർഭപാത്രത്തിൻ്റെ പുറത്ത് കിടക്കണം. അവൻ അതിന് ധൈര്യപ്പെടുന്നുണ്ട്. അവനെ തേടി അവൻ്റെ സഹോദരന്മാരും അമ്മയും എത്തിയപ്പോൾ അവൻ അതാണ് പറഞ്ഞത്, ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും? എൻ്റെ ഹിതമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തിയവരാണ് അവർ. അതോടുകൂടി ബന്ധങ്ങൾക്കുമീതെ പുതിയ അവബോധങ്ങളുടെയും പ്രകാശത്തിൻ്റെയും സ്നാനമുണ്ടാവുകയാണ്. അങ്ങനെ വിശ്വം ഒരു കിളിക്കൂട് പോലെ അടുപ്പത്തിലും പാരസ്പര്യത്തിലും അവന് വെളിപ്പെട്ട് കിട്ടുകയാണ്. ഭൂമിയെ അദൃശ്യമായൊരു ചരടിൽ ജപമണികൾ പോലെ അവൻ കോർത്തെടുക്കുകയാണ്. അതുകൊണ്ട് ഇനി മുതൽ ആരെയും നോക്കി ഉടപ്പിറന്നോനെ ഉടപ്പിറന്നോളെ എന്ന് വിളിക്കാൻ നമുക്കാവും. ഒരുവൾ ഗണികത്തെരുവിൽ ഊഴം കാത്തു നിൽക്കുന്നു. ഒരുത്തൻ ആരുടെയോ പോക്കറ്റടിച്ച് ആ ഓടയ്ക്ക് കുറുകെ ഓടുന്നു. ഒരു പൈത്യക്കാരൻ എച്ചിൽ വീപ്പയ്ക്കു താഴെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ചിതറിപ്പോയ എൻ്റെ ഉടപ്പിറന്നോർ. ജീവിതത്തിൽ നിന്ന് ആരൊക്കെ ഇടറിപ്പോയാലും പതറിപ്പോയാലും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുക അതത്രമേൽ ആഴമുള്ളതാണ് എന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒടുവിൽ എന്തായിരിക്കും നിങ്ങളുടെ ബന്ധങ്ങൾക്കു വേണ്ടി കരുതി വയ്ക്കാൻ പോകുന്ന നിക്ഷേപം? മനോഹരമായ ചില വാക്യങ്ങൾ കൊണ്ട് ഈ അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുന്നുണ്ട്. നിങ്ങളിലൂടെ നിങ്ങളുടെ ഉറ്റവർ ആശീർവദിക്കപ്പെടുന്നു. ക്രിസ്തു തന്നെയാണ് ഏറ്റവും നല്ല സൂചന. നല്ല പ്രവാചകന്മാർ പൊതുവെ നല്ല മക്കളല്ല. ഒരു ചെമ്പുനാണയം പോലും തൻ്റെ ഉറ്റവർക്ക് കൊടുക്കുവാൻ ബലമോ താല്പര്യമോ ഉണ്ടായിരുന്ന ആളായിരുന്നില്ല ക്രിസ്തു. എന്നിട്ടും സ്വർണ്ണനാണയങ്ങൾ കൊണ്ട് പോലും വാങ്ങാനാവാത്ത ഒരു കാര്യം അവർക്കു വേണ്ടി അവൻ ശേഖരിക്കുന്നുണ്ട്. അത് തൻ്റെ കാലത്തിൻ്റെ ആശീർവാദമാണ്. അവൻ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ അമൃതമൊഴികളിൽ ഹൃദയം നിറഞ്ഞ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ മുലയൂട്ടിയ മാറും നിന്നെ വഹിച്ച ഉദരവും എത്രയോ അനുഗ്രഹീതം. ക്രിസ്തു പറഞ്ഞു, അതുപോലെ തന്നെ അനുഗ്രഹീതരാണ് ദൈവവചനം കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ. നിങ്ങളിലൂടെ നിങ്ങളുടെ ഉറ്റവരെ ഭൂമി വാഴ്ത്തട്ടെ. എത്ര മനോഹരമായ വരികൾ കൊണ്ടാണ് ഈ അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതം കൊണ്ട് ഉറ്റവർ ആശീർവദിക്കപ്പെട്ടാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, നമ്മുടെ ലാളിത്യം കൊണ്ട് മറ്റുള്ളവർ ആശീർവദിക്കപ്പെടുന്നതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് ഈ ലോകത്തിനും നമ്മുടെ കൂടെ പിറന്നവർക്കും ഉറ്റവർക്കും ചങ്ങാതിമാർക്കുമൊക്കെ നമുക്ക് കൊടുക്കാനുള്ളത്? സ്വപ്നം കാണുന്ന ഒരുവനെ പോലെയാണ് വിഷാദി. ആരെങ്കിലും ഒന്ന് തട്ടിയുണർത്തിയാൽ മതി, ഇതും കടന്നു പോകുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാൾ. ചെറിയ സ്നേഹം കൊണ്ടും കരുതലുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും വൈദ്യം കൊണ്ടുമൊക്കെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. ചിലരുടെയൊക്കെ ജീവിതം അതിജീവനത്തിൻ്റെ പ്രതീക്ഷകളുടെ പുതിയ ഉണർവിലേക്ക് വഴിമാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നോർത്താൽ, എന്തെങ്കിലും ഒരു മുള്ള് ശരീരത്തിലോ മനസ്സിലോ വഹിക്കാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ? ആ മുള്ള് അവിടെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പൗലോസിനോട് ക്രിസ്തു പറയുന്നുണ്ട്. മീതെ കൃപയുണ്ടത്രേ. മോശ കണ്ട മുൾപ്പടർപ്പ് പ്രകാശിച്ചിരുന്നത് പോലെ ഞാൻ എന്നോട് തന്നെ പറയുന്നു, വിഷാദം നിൻ്റെ ഉള്ളിലെ മുള്ളാണ്. നീ അതുമായി കൂട്ടുപിടിച്ചേ പറ്റൂ. എൻ്റെ ഉള്ളം നിറയെ കരച്ചിലാണ്. ഞാൻ എഴുതിയതൊക്കെ അതിൻ്റെ സാക്ഷ്യമാണെന്ന് കസാന്തിസാക്കിസിനെ വായിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നുവെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. വിലാപം അത്ര മോശം കാര്യമൊന്നുമല്ല. വെറുതെയല്ല വിലപിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് ആ വിശ്വഗുരു പറഞ്ഞത്. അവരാണ് ശരിക്കും ജീവിതം എന്താണെന്ന് അറിഞ്ഞവർ. ഒരു വേളയെങ്കിലും വേദനയുടെ, ദുഃഖത്തിൻ്റെ, പരാജയത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൻ്റെ മൂല്യവും
അതിൻ്റെ ബാക്കി പത്രവും എത്രമാത്രം ശക്തവും അത് തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വെമ്പുന്ന ഒരു ഹൃദയവും ഞങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അത്രമേൽ ലളിതവും അത്രമേൽ സുന്ദരവുമാണ് ജീവിതം. ഈ ഭൂമിയിൽ വച്ച് ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് ഇരുട്ടുണ്ട് എന്നൊരു വിചാരമാണ്. ഇരുട്ട് അതിൽ തന്നെ ഒരു യാഥാർത്ഥ്യമല്ല, മറിച്ച് വെളിച്ചത്തിൻ്റെ ആഭാവമാണെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രതിസന്ധികളേ ഉള്ളൂ ആരുടെയും ജീവിതത്തിൽ. എന്നിട്ട് നമ്മൾ ചെറുപ്പം തൊട്ടേ ആ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അയാളിൽ അവിടെ എന്തൊരു ഇരുട്ടാണെന്ന മട്ടിൽ. അവൻ്റെ പ്രഭയിലായിരിക്കാൻ ഇഷ്ടമില്ലാത്തവരുടെ ഓരോരോ മിഥ്യാധാരണകളാണത്. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന പദങ്ങളിലൊന്നാണ് വെളിച്ചം. വെളിച്ചത്തിലായിരിക്കാനുള്ള ക്ഷണമാണ് സുവിശേഷം പോലും. പകലുള്ളപ്പോൾ പകലിനോടൊപ്പം ആയിരിക്കുക എന്ന മട്ടിൽ ലളിതമായിട്ടാണ് അനുവർത്തിക്കപ്പെടുന്നത്. പലപ്പോഴും ഇരുട്ടിലായിരിക്കുന്നവരെ ഇരുട്ടിൽ തന്നെ വിടുന്ന ഒരു ധാരണയിലൂടെ, ഒരു ജീവിത ശൈലിയിലൂടെയൊക്കെ നാം കടന്നു പോകുന്നുണ്ട്. പക്ഷേ പ്രകാശം പരത്തുക, വെളിച്ചത്തിൻ്റെ ദീപം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തെളിച്ചു പിടിക്കുക എന്ന വലിയ ദൗത്യമാണ് ക്രിസ്തു സുവിശേഷത്തിലുടനീളം പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതാണ് അവൻ്റെ ശിഷ്യന്മാരും വചനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതും. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അവരൻ്റെ ജീവിതത്തിൻ്റെ വിളക്കുകൾ കൊളുത്തിയെന്നൊക്കെ മേനി പറയാൻ നമ്മളാരാണ്? എന്നാൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. അവരൻ്റെ നെഞ്ചിലെ വിളക്കുകളെ കാട്ടിക്കൊടുക്കുവാൻ ഒരു നിമിത്തമാവുക. എവിടെയാണ് ദൈവം ഞാനെന്നോളം കണ്ടിട്ടില്ല, എനിക്കത് കാട്ടിത്തരാനാവുമോ എന്ന് ചോദിച്ച നരേന്ദ്രനോട് ഉവ് കണ്ടുകൊണ്ടിരിക്കുന്നു നിൻ്റെ മിഴികളിൽ എന്ന് പറഞ്ഞ ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ ആവണമെന്നാണ് ഉദ്ദേശിച്ചത്. ഒത്തിരി പട്ടിണി കിടന്നതുകൊണ്ടാവണം വിശക്കുന്ന മനുഷ്യരിലേക്ക് സദാ തുറന്നു വച്ച മിഴികളുണ്ടായിരുന്നു അവിടത്തേക്ക്. അപ്പത്തിൻ്റെ നഗരത്തിൽ കന്നുകാലികളുടെ തീന്മേശയിൽ പിറന്നു വീണത് തൊട്ട് ഒടുവിൽ സ്വയം അപ്പമായി മാറുന്ന തിരുവത്താഴ മേശ വരെയുള്ള അവൻ്റെ ജീവിതരേഖയുടെ പശ്ചാത്തലത്തിൽ ആരുടെയൊക്കെയോ വിശപ്പിൻ്റെ നിലവിളികൾ ഒന്ന് കാതോർത്താൽ കേൾക്കാവുന്നതേയുള്ളൂ. സ്വയം അപ്പമെന്ന് വിശേഷിപ്പിക്കുവാൻ ഇഷ്ടപ്പെട്ടു. പുതിയ നിയമത്തിലെ മന്നയായിരുന്നു അവിടുന്ന്. രണ്ടും ആകാശം പൊഴിക്കുന്നത് തന്നെ. വല്ലതും കഴിച്ചോ എന്നുള്ളതായിരുന്നു അവിടുത്തെ കുശലന്വേഷണം. സുവിശേഷം അവസാനിക്കുമ്പോൾ പോലും കടലോരത്ത് പ്രാതലൊരുക്കി കാത്തു നിൽക്കുന്ന ഒരാളായിട്ടാണ് യോഹന്നാൻ അവിടുത്തെ വരച്ചു ചേർക്കുന്നത്. തീയിൽ ചുട്ട അപ്പവും മീനുമായി കാത്തു നിൽക്കുന്ന ഒരാൾ അസാധാരണമായ സൗഹൃദത്തോടെ ഇങ്ങനെ ചോദിക്കുന്നു, വാ വന്ന് പ്രാതൽ കഴിക്കൂ. അത്രമാത്രം അന്നത്തിൻ്റെ കാര്യത്തിൽ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്ന, അത്ഭുതങ്ങളിലൂടെ മനുഷ്യർക്ക് സമീപസ്ഥനായി മാറിയ ഒരാളായിരുന്നു ക്രിസ്തു. അവൻ്റെ ജീവിതത്തിലെല്ലാം വിശപ്പിൻ്റെ ആത്മീയത നിറഞ്ഞു നിന്നിരുന്നു. ഭൂമിയുടെ വിശപ്പിനെ ശമിപ്പിക്കുവാൻ നമുക്കിനി എന്താവുമെന്ന അന്വേഷണമാണ് മറ്റൊരു ചുവട്. ഇത്രയും വലിയ പുരുഷാരത്തെ ഊട്ടാൻ 200 ദനാറ വേണ്ടിവരുമെന്നാണ് പീലിപ്പോസിൻ്റെ കണ്ടെത്തൽ. അവരെത്ര കൂട്ടിയാലും കൂടാത്ത കണക്കാണത്. വിശക്കുന്ന 1 ബില്യൺ മനുഷ്യരെ ഓർത്ത് നമ്മുടെ നിസ്സഹായതകൾ ചേർത്തു പറയുകയല്ല വേണ്ടത്. ആ കുട്ടി ചെയ്തതുപോലെ കയ്യിലുള്ള അക്ഷരാർത്ഥത്തിലുള്ള എണ്ണിച്ചുട്ട അപ്പം അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി വെച്ചു നീട്ടുകയാണ് പ്രധാനം. എൻ്റെ ജീവിതത്തിലുള്ള ഒരു മിച്ചം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശേഷിപ്പ്, അതെന്തുമാകട്ടെ, ഒരപ്പമോ 2 അപ്പമോ 3 അപ്പമോ, അത് മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കാൻ ഒരു മനസ്സെനിക്കുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് ഞാനും എൻ്റെ പാദങ്ങൾ എടുത്തു വെച്ചു തുടങ്ങി. അവൻ്റെ ജീവിത നിരീക്ഷണത്തിലേക്ക്, മറ്റുള്ളവരെ ചേർത്തു പിടിച്ചതിൻ്റെ ആത്മീയതയിലേക്കൊക്കെ ഞാനും കടന്നു ചെല്ലുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടം കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മീയത ക്രിസ്തുവിൻ്റെ ആത്മീയതയായി മാറുന്നത്. ഓരോ പുൽനാമ്പിലും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുകയാണ് ദൈവത്തിൻ്റെ ധർമ്മം. ദൈവം എല്ലാ നുകങ്ങൾക്കും എതിരാണ്. നസ്രത്തിലെ ഒരു സിനഗോഗിൽ നിന്ന് ചുരുളുകൾ ഉയർത്തി 30 വയസ്സുകാരൻ യേശു അത് ഉറപ്പിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രന് സുവിശേഷവും ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. വിമോചനത്തിനു വേണ്ടിയുള്ള നിലവിളിയിൽ ദൈവം പക്ഷം ചേരുന്നു എന്നതിനേക്കാൾ ഭൂമിക്ക് മറ്റൊരു സുവിശേഷം എന്തുണ്ട്? ആരൊക്കെയോ ചേർന്ന് വിളുമ്പിലേക്ക് തള്ളിമാറ്റിയവരോട് ഒപ്പമായിരുന്നു ക്രിസ്തുവെന്നും
അവനായിരുന്നു ദുർബലരുടെ പൊട്ടിച്ചിരി. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം അവൻ്റെ കാലത്തിന് അവൻ അനഭിമതനായി. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യൻ്റെ ചുമലിലടിച്ച് കളിക്കുന്നവർക്കെതിരെ ക്രിസ്തു കലഹിച്ചത് അതുകൊണ്ടാണ്. നുകങ്ങൾ തന്നെ. നിങ്ങളതിനെന്ത് മാമോദിസ പേരിട്ട് വിളിച്ചാലും എന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലേക്ക് ചൂണ്ടിയ വിരലായിരുന്നു അവൻ്റെ വാക്ക്. ഇടയ്ക്കിടെ അവൻ വിളിച്ചു പറയുന്നത് കേട്ടിട്ടില്ലേ? മിഴി ഉയർത്തി നോക്കൂ. അത്രമാത്രം ശക്തവും ബോധ്യവും നിറഞ്ഞതായിരുന്നു ക്രിസ്തുമൊഴികളെന്നും. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ചില വഴികളിലേക്ക് ജനങ്ങളെ തിരിച്ചുവിടാൻ സാധിച്ചു എന്നതാണ് ക്രിസ്തുമൊഴികൾക്ക് അത്രമാത്രം ദൃഢതയും ആഴവും കൈവരുന്നത്. ഈശോയുടെ ഓരോ വാക്കുകളിലും നിഴലിക്കുന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അംശങ്ങളാണ്. ജീവിതത്തിൽ അല്പമെങ്കിലും ഇടറി നിൽക്കുന്നവർക്ക്, പതറി നിൽക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ വചനങ്ങളെന്നും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അത്രമാത്രം വിശാലവും എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന കരവലയവുമാണ് ക്രിസ്തു നൽകുന്നത്. അതുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ വചനങ്ങൾ ഉടലെടുക്കുന്നത്. ബോബിയച്ചൻ്റെ വാതിൽ എന്ന ഈ പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒടുവിൽ അവശേഷിക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണെന്ന് പൗലോസ് പറയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. മറ്റാരേക്കാളും അവയുടെ അനുപാതങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണ് ഓരോ വ്യക്തിയുടെയും ധർമ്മം. അത് നമ്മുടെ ജീവിതത്തിലൂടെ പൂർത്തീകരിക്കുമ്പോഴാണ് ക്രിസ്തുഭാവം നമ്മിൽ കൂടുതൽ ആഴത്തിൽ പതിയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3 കാര്യങ്ങളിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിതുയർത്തുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ, നമ്മുടെ ആത്മീയ വഴികളിൽ ഈ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും നിഴലുകൾ പടരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതവും ക്രിസ്തു കടന്നുപോയതുപോലെ അവൻ്റെ വഴികളിലൂടെ നാം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. മറ്റൊരു അനുഭവത്തിനായി, മറ്റൊരു ക്രിസ്തീയ ചൈതന്യത്തിനായി നമുക്കും കാത്തിരിക്കാം. നമ്മുടെ ജീവിതങ്ങളെയും ക്രിസ്തു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.